ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 216 ദിവസം. ശ്രീമന്നാരായണീയം ഭഗവാന് സമർപ്പിച്ച നറുനവനീതം. ആ നവനീതത്തിലെ 21 ദശകത്തിൽ 7 ശ്ലോകമാണ് നമ്മളിന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ശ്ലോകം ചൊല്ലി അതിനുശേഷം ഭാഷാഗാനമായ ശ്രീഹരിയമ്പാടി സമർപ്പിക്കാം. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യാ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈ ദംഷ്ട്രാഗ്രഘൃഷ്ടഘനപൃഷ്ഠഗരിഷ്ഠവർഷ്മാ ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ. കിം ച ഉത്തരേഷു പുരുഷു പ്രിയയാ ധരണ്യാ മഹിത മന്ത്രനുതി പ്രഭേദൈഃ സംസേവിത ദംഷ്ട്രാഗ്രഘൃഷ്ടഘനപൃഷ്ഠഗരിഷ്ഠവർഷ്മാ ത്വം വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ പാഹി. ഇവിടെ ഓരോ വർഷങ്ങളിലും എങ്ങനെയാണ് ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 ശ്ലോകങ്ങളിലൂടെ 6 വർഷങ്ങളിൽ ഇളാവൃതം, ഭദ്രാശ്വവർഷം, ഹരിവർഷം, കേതുമാലം, രമ്യകവർഷം, ഹിരണ്മയവർഷം
അങ്ങനെയുള്ള 6 വർഷങ്ങളിലെ ഉപാസ്യന്മാരാരാണ്? സംഘർഷണൻ, ഹയഗ്രീവൻ, നരസിംഹം, പ്രദ്യുമ്നൻ, മത്സ്യം, കൂർമ്മം എന്നിങ്ങനെ പറഞ്ഞു. ഉപാസകന്മാരൊക്കെയാണ്? അത് മഹാദേവനും ഭദ്രശ്രവസ്സുകളും പ്രഹ്ലാദനും ലക്ഷ്മി ഭഗവതിയും വൈവസ്വതമനുവും ആര്യമാവ് എന്ന പിതൃശ്രേഷ്ഠനുമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ 6 ദിവസങ്ങളിലായി കേട്ടത്. ഇന്നിപ്പോ 7ാമത്തെ ദിവസം പറയുന്നു, ഭൂമിദേവി ഉത്തരകുരു ഭൂഖണ്ഡത്തിൽ ഭഗവാനെ വരാഹമൂർത്തിയായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ നവവർഷങ്ങളിൽ ഇവിടെ പറയുന്നത് ഇപ്പോൾ 7ാമത്തെ വർഷം അല്ലെങ്കിൽ 7ാമത്തെ ഖണ്ഡത്തെക്കുറിച്ചാണ്. കിംച ഉത്തരേഷു കുരുഷു എന്നു മാത്രമല്ല, ഇപ്പൊ മറ്റ് കാര്യങ്ങളൊക്കെ ഓരോ ശ്ലോകങ്ങളിലൂടെ പറഞ്ഞിട്ട് അത് മാത്രമല്ല, ഹിരണ്മയത്തിൻ്റെയും വടക്കുള്ള ഉത്തര കുരു ഭൂഖണ്ഡത്തിൽ, ഉത്തരേഷു കുരുഷു, ഹിരണ്മയത്തിൻ്റെയും വടക്ക് ഭാഗത്തുള്ള ഉത്തരകുരു ഭൂഖണ്ഡത്തിൽ എന്നാണ്. രമ്യകം, ഹിരണ്മയം, ഉത്തരകുരു, ഇതാണ് ഇളാവൃതത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള 3 വർഷങ്ങൾ. അവിടെ പ്രിയയാധരണ്യ, പ്രിയയായ ഭൂമിദേവി മഹിതമന്ത്രനുതി പ്രഭേദൈ, മഹിതമായ ഏറ്റവും ശ്രേഷ്ഠമായ നാനാമന്ത്രങ്ങൾ കൊണ്ടും സംസേവിത, പല സ്തോത്രങ്ങളെ കൊണ്ടുമൊക്കെ നന്നായി സേവിച്ചുകൊണ്ടിരിക്കുന്നവനും, ദംഷ്ട്രാഗ്രഘൃഷ്ട ഘനപൃഷ്ഠ ഗരിഷ്ഠ വർഷ്മ, തേറ്റകളുടെ ദംഷ്ട്രയുടെ അഗ്രത്തിൽ ആ തേറ്റകളുടെ അറ്റം കൊണ്ട് മേഘങ്ങളെ ചെന്ന് ഉരുമുന്ന വലിയ ശരീരമുള്ള ഗരിഷ്ഠവർഷ്മാവായിരിക്കുന്ന ത്വം, അല്ലയോ ഭഗവാനെ, അവിടുന്ന് വിജ്ഞനുത, വിജ്ഞന്മാര്, അറിവുള്ള ആളുകൾ, ജ്ഞാനികളാൽ സ്തുതിക്കപ്പെട്ട യജ്ഞവരാഹമൂർത്തയെ പാഹി, യജ്ഞവരാഹമൂർത്തിയായിരിക്കുന്ന അവിടുന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നമ്മൾ കിംപുരുഷ വർഷത്തെക്കുറിച്ചാണ് കേൾക്കുക. ഒരിക്കൽ കൂടി ഇന്നത്തെ ശ്ലോകം പാരായണം ചെയ്യാം. അതിനുശേഷം ഭാഷാഗാനം പാടി സമർപ്പിക്കാം. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യാ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈ ദംഷ്ട്രാഗ്രഘൃഷ്ട ഘനപൃഷ്ഠ ഗരിഷ്ഠ വർഷ്മാ ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ. ഇതിൻ്റെ ഭാഷാഗാനമായ ശ്രീഹരിയം, ഒരു നിഴൽ നാരായണീയം. നാരായണ 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 ദേവാധിദേവാ. പ്രിയയാകും ഭൂമിദേവി പ്രിയപ്പെട്ട മന്ത്രങ്ങളാൽ സ്തുതിച്ചിടും ഉത്തര കുരുഭൂഖണ്ഡത്തിൽ ജ്ഞാനികളാൽ സേവിതനായി യജ്ഞവരാഹമൂർത്തേ അടിയനെ എന്നുമെന്നും രക്ഷിക്കണമേ. നാരായണ 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 ദേവാധിദേവാ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.